ബി ജെ പി ലെസ് നന്ദു ഇവിടെ പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം. ഒന്ന്, ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞ കാര്യം, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചർച്ച ചെയ്യേണ്ടതല്ലേ, സമരം ചെയ്യുന്ന ആളുകളുമായിട്ട് ചർച്ച ചെയ്യേണ്ടതല്ലേ, ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ശ്രീമതി ദീപ അനിൽ പറഞ്ഞത്, ഈ ചൈനീസ് എംബസിയിൽ പോയാൽ എന്താണ് കുഴപ്പം, അത് ഭാരതത്തിലുള്ളതല്ലേ, ആ എംബസിയിൽ പോയാൽ എന്താണ് കുഴപ്പം, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പാകിസ്ഥാൻ എംബസിയിലും സ്ഥിരമായി പോകാമല്ലോ, എല്ലാ പാർട്ടിക്കാർക്കും പോകാമല്ലോ എന്നുള്ള ചോദ്യം പിന്നീട് വരും, അതവിടെ നിൽക്കട്ടെ. എന്തായാലും നന്ദു, ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി. ശ്രീ വർഗീസ് സാർ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറഞ്ഞൊരു ഒരു വേർഡിനെ കോട്ട് ചെയ്തിട്ടാണ്. അതായത് എല്ലാത്തരം വിമർശനങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് BJP എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും താങ്കളടക്കമുള്ള ഈ ചർച്ച കാണുന്ന ആർക്കും ഉണ്ടാവേണ്ടതില്ല. കാരണം എല്ലാ തലത്തിലുമുള്ള വിമർശനങ്ങളെ ഏറ്റുകൊണ്ട് തന്നെയാണ് ആ വിമർശനങ്ങളിൽ നല്ലതുണ്ടെങ്കിൽ ആ നല്ലത് ഈ പാർട്ടിക്ക് വളരാനും ഈ രാജ്യത്തിന് വളരാനും നല്ലതായിട്ടുള്ള എന്ത് കാര്യമുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പാർട്ടി അതിൻ്റെ ജനനം മുതൽ ഇന്ന് വരെയും മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ താങ്കൾക്കൊരു തർക്കം. പിന്നെ അദ്ദേഹം പറഞ്ഞ വളരെ ബാലിശമായിട്ടുള്ള, അദ്ദേഹത്തിനെ പോലെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ളൊരു നേതാവിന് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി ജനിക്കുന്നത് എപ്പോഴാണ്. ഈ നീറ്റ് വിഷയം സംഭവിച്ചതിന് ശേഷം ഈ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ചോർച്ച കണ്ടെത്തുകയും അതിനുശേഷം അതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണം നടക്കുകയും അന്വേഷണം ശരിയായ ദിശയിൽ പോവുകയും ഒട്ടേറെ ആളുകളെ ഇതിനു വേണ്ടിയിട്ട് കൂട്ടുനിന്നിട്ടുള്ള ഒട്ടേറെ ആളുകളെ അത്തരം വിഷയങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും അതിനോടൊപ്പം തന്നെ പുതിയ നീറ്റ് പരീക്ഷ കുറ്റമറ്റ രീതിയിൽ നീറ്റ് പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ആ പ്രവർത്തനം മുന്നോട്ട് പോയി അടുത്ത നീറ്റ് പരീക്ഷയ്ക്ക് എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ ഉദയം. അങ്ങനെയുള്ളൊരു പാർട്ടി, താങ്കൾ ഇപ്പോൾ ഈ കോൺഗ്രസ് സമരം ചെയ്തു, ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നപ്പോൾ കോൺഗ്രസ് ആണ് സമരം ചെയ്തത്, രാഹുൽ ഗാന്ധിയാണ് നിരാഹാരം കിടന്നതെങ്കിൽ ശരി, ഇത് ഈ പ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഇല്ലാത്തവർ പെട്ടെന്നൊരു രാവിലെ ഒരു കുമിള പൊട്ടി മുളയ്ക്കും പോലെ മുളച്ചതിന് ശേഷം അവരവിടെ വന്ന് കിടന്നിട്ട് അവർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാണ് പറയുന്നത്. ശരി, ധർമ്മേന്ദ്ര പ്രധാൻ എന്തിനു വേണ്ടി രാജിവെക്കണം? അങ്ങനെ ഒരു മറുപടി അവർക്കില്ല. ധർമ്മേന്ദ്ര പ്രധാൻ ചെയ്ത തെറ്റെന്താണ് ഈ വിഷയത്തിൽ? ഈ വിഷയത്തിൽ ഈ പറയുന്ന രീതിയിൽ ചോർച്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയതാണോ? ആ കണ്ടെത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടതാണോ? അത്തരം നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തിയതാണോ അദ്ദേഹം ചെയ്ത തെറ്റ് എന്ന് ഇതുവരെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പറയാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ വേർഡിൽ വീണ്ടും തിരിച്ചു വരുന്നു. അവർക്ക് എന്താണ് ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? ഒരു കാഴ്ചപ്പാടും ഇല്ല. സാറിന് പറയാമോ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇന്നതാണ് എന്ന് വർഗീസ് സാറിന് പറയാമോ? അങ്ങനെ ഒരു കാഴ്ചപ്പാട് അവർക്കില്ല. അവർക്ക് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ എങ്ങനെ അടുത്ത ദശാബ്ദത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരണം കാഴ്ചപ്പാടുണ്ടോ? ഇല്ല. അവർക്ക് ആകെയുള്ള കാഴ്ചപ്പാട് ഈ നീറ്റ് വിഷയം ഞങ്ങളുടെ കയ്യിലുണ്ട്, ആ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ ഒരു മന്ത്രി രാജിവെക്കണം, ഇത് മാത്രമാണ് അവരുടെ ആവശ്യം. ഇന്ന് അവർ പറഞ്ഞ ബാലിശമായ ആവശ്യം എന്താ? ഇന്ന് അവരുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ. കോടതികളെ ധിക്കരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? കോടതികളെ ധിക്കരിച്ച് രൂപം കൊണ്ടൊരു പാർട്ടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ആ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയിട്ടുള്ള സമരവേദിക്കകത്ത് ഒരാൾ മരണത്തോട് മല്ലടിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ജീവന് പ്രാധാന്യമുണ്ട്, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല, അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കോടതികൾ പറയുമ്പോൾ കൃത്യമായ ആ അവസരത്തിൽ ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ, ഒരു ഭരണകൂടം എന്നുള്ള നിലയിൽ ആ സ്റ്റേറ്റിന് ഇടപെടണ്ടേ? ആ സ്റ്റേറ്റ് കൃത്യമായിട്ട് അത് ഇടപെടുന്നു. സാർ തന്നെ പറഞ്ഞു അത് നല്ല കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചത് നല്ല കാര്യമാണ്. ആ വേദിയിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ ഏജൻ്റായി ഈ സമരം നേതൃത്വം കൊടുക്കുന്ന ആൾ പറയുന്നത് എന്താ? ഇനി ഞങ്ങളുടെ ആവശ്യം മോദി രാജിവെക്കണം എന്നുള്ളതാണ്. എന്തിനാണ് മോദി രാജിവെക്കുന്നത്? അവർ മറുപടി പറയുന്നില്ല. അപ്പോൾ ഇവരുടെ ഐഡിയോളജി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ആവശ്യം ഒന്ന് മാത്രമാണ്, ഇവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അത് ഈ രാജ്യത്തിനെതിരാണ്. ആ രാജ്യത്തിനെതിരായി അവരുടെ ലക്ഷ്യം പ്രാപ്തമാവാൻ ആരാണോ തടസ്സം, അത് നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റും BJPയുമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവരെയൊക്കെ ആക്രമിക്കും. ഈ നിലപാടാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി താങ്കളെപ്പോലെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന പാകത്തിലുള്ള ആളല്ല ഞാൻ. പക്ഷേ എങ്കിൽ പോലും താങ്കൾക്ക് അറിഞ്ഞുകൊണ്ട് താങ്കൾ ചില കാര്യങ്ങൾ അജ്ഞത കാണിക്കുമ്പോൾ കൃത്യമായി അത് സൂചിപ്പിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ഈ വിഷയം ഞാൻ സൂചിപ്പിച്ചത്. ഇനി ഇവിടെ നേരത്തെ ചേട്ടൻ പറഞ്ഞു CPMൻ്റെ പ്രതിനിധി ഇല്ല, അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ചോദിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ആമുഖത്തോടു കൂടിയാണ് താങ്കൾ ചോദിച്ചത്. ഞാൻ ഇപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം CPMനും കോൺഗ്രസിനും കൂടി ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രതിനിധി ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം CPMനകത്ത് CPM നേതാക്കന്മാർ ചിലപ്പോൾ വന്നിരുന്നാൽ ഈ പറഞ്ഞ നയത്തെ ചിലപ്പോൾ അവർ ഇങ്ങനെ ന്യായീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ഇതിനെ ന്യായീകരിക്കും. പോയ പരിപാടിയെക്കുറിച്ചോ പരിപാടിയുടെ എന്തെങ്കിലും തരത്തിലുള്ള മെറിറ്റിനെ കുറിച്ചോ ഒക്കെ ആയിരിക്കും അവർ പറയാൻ പറ്റും. എന്തിനാണ് ചൈനീസ് എംബസിയിൽ പോയതിനെ നിങ്ങൾ ഭയപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്.
അപ്പോൾ നാളെ പാകിസ്ഥാൻ എംബസിയിൽ പോയാൽ അവർ തരുന്ന ഉപകരണങ്ങൾ വാങ്ങിച്ചാൽ അവർ രാജ്യസ്നേഹികളാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞോളണം. പിന്നെ നമ്മളിത് ആരോടാ പറയുന്നത്? കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വിദേശ സന്ദർശനമൊക്കെ കഴിഞ്ഞ് വന്നല്ലോ. എവിടെ പോയി എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് നേതാവിന് സാധിക്കുമോ? എന്ന് വരുമെന്ന് ചോദിച്ചാൽ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് പോലും മറുപടി പറയാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ആരുടെയൊക്കെ സ്വീകരണങ്ങൾ എവിടെയൊക്കെ പോയി വാങ്ങി, എന്തൊക്കെ അച്ചാരം വാങ്ങി, ഈ രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാടുകളിൽ എന്തൊക്കെ തരത്തിലുള്ള ഡീലുകൾ ഉണ്ടാക്കിയിട്ടാണ് വന്നത് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ആളുകളല്ലെന്നേ കോൺഗ്രസിൻ്റെ ആളുകൾ, കോൺഗ്രസിൻ്റെ വക്താക്കൾ. അപ്പോൾ ഒരു രാജ്യത്ത് താങ്കൾ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ്, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആൾ എവിടെയാണെന്ന് ചോദിച്ചാൽ മറുപടി പോലും പറയാൻ കഴിയാത്തൊരു പാർട്ടിയുടെ വക്താക്കളിൽ നിന്ന് നമ്മൾ ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പക്ഷേ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്ത് CJP വളർന്നു വരുമ്പോൾ, CJPയുടെ സമരം നടക്കുമ്പോൾ എന്തുകൊണ്ട് താങ്കൾ ചോദിച്ചല്ലോ, എന്തുകൊണ്ട് കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്നു, എന്തുകൊണ്ട് CPM പിന്തുണ കൊടുക്കുന്നു, എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടി ബിഹൈൻഡ് ദ കർട്ടനിൽ നിന്ന് പെട്ടെന്ന് തന്നെ മുന്നോട്ടേക്ക് വരുന്നു, മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും, ഇന്ത്യയിലെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രവർത്തനത്തിന് പിന്തുണ കൊടുക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇവരുടെയൊക്കെ ഒരു ദയനീയമായ അവസ്ഥയല്ലേ? കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഒരു സമരം നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് ഈ പറയുന്ന പ്രതിപക്ഷ നേതൃത്വത്തിൽ ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കോ, UPA ഇന്ത്യ സഖ്യത്തിനോ, അല്ലെങ്കിൽ CPIM എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്കോ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് 12 വർഷത്തിനിടയിൽ ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് ഒരു സമരം നടത്തി വിജയിപ്പിക്കാൻ സാധിച്ചോ? കാരണം ഇവർ സമരം നടത്തുമ്പോഴെല്ലാം ഇവർ കൂടുതൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയാണ്. ഇവരെ നമ്മൾ നോക്കൂ, ഈ JNUവിനകത്ത് ഒരു മുദ്രാവാക്യം വിളിച്ചു. ആ മുദ്രാവാക്യം വിളിച്ച ഭാരത് തേരെ തുക്കടെ ഹോങ്കെ ഇൻഷാ അല്ലാ മുദ്രാവാക്യം വിളിച്ച JNUവിലെ ആസാദി വിഭാഗക്കാരുടെ കൂടെ ഇടതും വലതും ഇരുന്നത് ആരൊക്കെയാണ്? ഒന്ന് CPMൻ്റെ ദേശീയ സെക്രട്ടറി ആയിരുന്ന മൺമറഞ്ഞു പോയ സീതാറാം യെച്ചൂരി, ഇപ്പുറത്തിരുന്നയാളാണ് ഇന്ന് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി. ഇവർ രണ്ടുപേരും ഇരുന്നും വിളിപ്പിച്ച മുദ്രാവാക്യം, അല്ലെങ്കിൽ വിളിച്ച മുദ്രാവാക്യം എന്താ? ഭാരത് തേരെ തുക്കടെ ഹോങ്കെ ഇൻഷാ അല്ലാ എന്ന മുദ്രാവാക്യം. അതുപോലെ ഹഫ്സൽ ഹം ഷർമിന്ദ ഹേ തേരെ കാത്തിൽ സിന്ദാ ഹേ എന്ന മുദ്രാവാക്യം. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾക്ക്, ഈ രാജ്യത്തെ കോടതികൾക്ക്, ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങൾക്ക് എതിരായി മുദ്രാവാക്യം വിളിക്കുന്നവർക്കൊപ്പം എല്ലാ കാലത്തും കോൺഗ്രസും ഇടതുപക്ഷവും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ആ മുദ്രാവാക്യം വിളിച്ചവർ ആരുടെ അഭയത്തിൻ്റെ തട്ടിലാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. കോൺഗ്രസിൻ്റെ അഭയത്തിൻ്റെ തട്ടിലാണ് അവർ ജീവിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ, രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളെ, രാജ്യത്തിനെതിരായി നിലപാട് സ്വീകരിക്കുന്നവരെ, LOP ആയിരുന്നു കൊണ്ട്, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് രാജ്യത്തിൽ ഒരു ജൻസി കലാപത്തിന് ആഹ്വാനം, മൗനാനുവാദം കൊടുക്കുന്ന ഒരാളെ, അത്തരം പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇവിടെ വന്നിരുന്ന ഇത്തരം ആളുകളെ ന്യായീകരിക്കുകയല്ലാതെ മറ്റെന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ? ഇനി അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് നീറ്റ് പരീക്ഷയെ നിശിതമായി വിമർശിച്ചല്ലോ. ഞാൻ ആ വിമർശനങ്ങളെല്ലാം വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് കേൾക്കുന്നത്. ഞങ്ങൾ അതിന് ആ വിമർശനം ഏൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ കൃത്യമായി രാജ്യത്തെ ചെറുപ്പക്കാരുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട്, വിദ്യാർത്ഥികളുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് കൃത്യമായി ആ വിഷയത്തിൽ സർക്കാർ എന്നുള്ള നിലയിൽ എടുക്കേണ്ടതായിട്ടുള്ള കുറ്റമറ്റ നിലപാടുകൾ എടുത്ത പാർട്ടിയാണ്, അല്ലെങ്കിൽ എടുത്ത ഭരണ സംവിധാനമാണ്. ഞങ്ങൾ കൃത്യമായി അന്വേഷണം പ്രഖ്യാപിച്ചു, കൃത്യമായി കൾപ്രിറ്റുകളെ പിടിച്ചു. അതുപോലെ തന്നെ വളരെ സുതാര്യമായി തന്നെ രാജ്യത്തെ ചെറുപ്പക്കാർക്ക്, അല്ലെങ്കിൽ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാകുന്ന രീതിയിൽ നീറ്റ് പരീക്ഷ രണ്ടാമത് ഞങ്ങൾ നടത്തി. പക്ഷേ കേരളത്തിനകത്തൊരു സംവിധാനം ഉണ്ടല്ലോ, ഇതുപോലെ ഇപ്പോൾ ശ്രീമതി ദീപ അടക്കം വന്നിരുന്ന് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വേണ്ടി ആവേശം കൊള്ളുമ്പോൾ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങൾ കാലാകാലങ്ങളിൽ ഭരിച്ചുകൊണ്ടിരുന്ന നാട്ടിൽ, ഈ പറയുന്ന UDF അടക്കം മാറിയും തിരിഞ്ഞും ഭരിക്കുന്ന ഇന്ന് നിങ്ങളുടെ ഭരണം നിലനിൽക്കുമ്പോൾ, ഇന്ന് കേരളത്തിലെ PSCകൾക്കകത്ത് നടക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് വലിയ ബോധ്യമുണ്ടോ? ആ PSCകൾക്കകത്ത് കഴിഞ്ഞ 10 വർഷത്തിനകത്ത് നടന്നിട്ടുള്ള അനധികൃത നിയമനങ്ങൾക്കെതിരെ നിങ്ങളുടെ VD സതീശൻ സർക്കാർ വന്നപ്പോൾ താങ്കൾ ഉന്നയിച്ച അതേ ധാർമ്മിക ബോധം ഉന്നയിച്ചുകൊണ്ട്, താങ്കൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ, രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ ഉന്നയിച്ച അതേ ധാർമ്മിക ബോധം ഉന്നയിച്ചുകൊണ്ട് എന്തുകൊണ്ട് PSCക്കകത്ത് ഒരു നിഷ്പക്ഷമായ അന്വേഷണം നടക്കുന്നില്ല? എന്തുകൊണ്ട് PSCക്കെതിരായിട്ട്, PSCയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള ഈ തിരികെ കയറ്റലുകൾക്കെതിരെ നിഷ്പക്ഷമായ അന്വേഷണം UDFൻ്റെ സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്നില്ല? അപ്പോൾ ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങളൊരു ന്യായം, മറ്റുള്ളവർ എന്ത് നല്ലത് ചെയ്താലും അതിനെയൊക്കെ ഞങ്ങൾ കണ്ണടച്ച് വിമർശിക്കുമെന്നുള്ള നയം, രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഈ രാജ്യത്തിന് ഉതകുന്നതല്ല. പല ഘട്ടങ്ങളിൽ ഈ നെഗറ്റീവ് പൊളിറ്റിക്സിനെ, ഈ നെഗറ്റീവ് പ്രൊപ്പഗണ്ടയെ നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിന്ന് നിങ്ങൾ തോൽവി ഏറ്റുവാങ്ങി, ഈ രാജ്യത്ത് നിന്ന് നിങ്ങളെ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനത്തെ ഒതുക്കി നിർത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ഈ നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ്, നിങ്ങളുടെ ഈ നെഗറ്റീവ് പ്രൊപ്പഗണ്ടയാണ്. ആ നെഗറ്റീവ് പ്രൊപ്പഗണ്ട നിങ്ങളുടെ നാവിലൂടെ പറഞ്ഞാൽ ഇനി വിജയിക്കില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങളടക്കമുള്ള രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യാൻ ഒളിഞ്ഞിരിക്കുന്ന ചില സാമ്പത്തിക സ്രോതസ്സുകളും ചേർന്ന് കൊണ്ടുവന്ന പാർട്ടിയാണ് ഈ CJP എന്ന്
പറയുന്ന പാർട്ടി എന്ന് കൃത്യമായി രാജ്യത്തെ ചെറുപ്പക്കാർക്കും രാജ്യത്തെ യുവജനങ്ങൾക്കും രാജ്യത്തെ ജനങ്ങൾക്കും കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 50 പേരിൽ താഴെയാണ് അവിടെ വാങ്ചൂക്ക് നടത്തുന്ന ഈ നിരാഹാര സത്യാഗ്രഹ വേദിയിലുള്ളതെന്ന്. അതിൽ 40 പേരും കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കേരളത്തിലെ മാധ്യമപ്രവർത്തകരാണ്. നിങ്ങൾ അവിടുത്തെ നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമപ്രവർത്തകരൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കുക, അവർ പറഞ്ഞു തരും. അപ്പോൾ അദ്ദേഹത്തിന് കൂടെ ഇരിക്കാൻ പോലും ആളില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള വലിയ പ്രൊപ്പഗണ്ട, ആ പ്രൊപ്പഗണ്ടയ്ക്കൊപ്പം നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ദാരിദ്ര്യം കൊണ്ടാണെന്ന്, ദയനീയത കൊണ്ടാണ്. കോൺഗ്രസിന് ഈ രാജ്യത്തെ പ്രസക്തി നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഇടതുപക്ഷത്തിനും ഇന്ത്യ സഖ്യത്തിനും ഈ രാജ്യത്തെ പ്രസക്തി നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ. ഇനി ധാർമ്മിക ബോധം വല്ലാതെ ജ്വലിച്ചു നിൽക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീമതി ദീപയോട് ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ പറയുന്ന നീറ്റ് പരീക്ഷ രണ്ടാമത് നടത്തിയപ്പോൾ നിങ്ങളുടെ സർക്കാരിൻ്റെ, നിങ്ങളുടെ പാർട്ടിയുടെ ഒരു റാലിയുടെ ഭാഗമായി കർണാടകയിൽ 2 കുട്ടികൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ റാലിയിൽപ്പെട്ട് റോഡിലൂടെ വരാൻ സാധിക്കാതെ അവർക്ക് കറക്റ്റ് സമയത്ത് നീറ്റ് പരീക്ഷയ്ക്ക് എത്താൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ഈ പറയുന്ന 2 കുട്ടികൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദൃശ്യം നിങ്ങളടക്കമുള്ളവർ കണ്ടിട്ടുണ്ടാവും. എന്ത് നടപടിയാണ് എടുത്തത് കോൺഗ്രസ് പാർട്ടി? എന്ത് നടപടിയെടുത്തത്? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഏതാണ്ട് 3/4 മണിക്കൂർ നേരം ഡൽഹിയിലെ എയർപോർട്ടിനകത്ത് എല്ലാ പ്രോട്ടോക്കോളുകളും മാറ്റി വെച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് പോകാൻ യാത്രയ്ക്ക് സൗകര്യമൊരുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കൊടുത്തപ്പോഴാണ് ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിൽ 2 കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിൽ നിങ്ങൾ വഴിമുടക്കിക്കൊണ്ട് രാഷ്ട്രീയം നടത്തിയത്. എന്തുകൊണ്ടായി CJPക്ക് പൊളിറ്റിക്സ് ഇല്ലെങ്കിൽ ഇത്തരം നിലപാടുകൾ എടുത്തിട്ടുള്ള കോൺഗ്രസിന് ഞങ്ങൾ എതിരാണെന്ന് എന്തുകൊണ്ടാണ് അവർ പറയാത്തത്? അപ്പോൾ അവർക്ക് പൊളിറ്റിക്സ് ഉണ്ട്. അവരുടെ പൊളിറ്റിക്സ് ഇന്ത്യ മുന്നണിയുടെ നാവാണ് ഈ പറയുന്ന CJP. അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന ചൈനീസ് എംബസിയിൽ നിന്ന് ഉപഹാരങ്ങൾ സ്വീകരിച്ചാലും പാകിസ്ഥാൻ എംബസിയിൽ നിന്ന് ഉപഹാരങ്ങൾ സ്വീകരിച്ചാലും ഈ രാജ്യത്തിനെതിരായിട്ട് നിൽക്കുന്ന വിധ്വംസക പ്രവർത്തകർക്കൊപ്പം നിന്നാലും നിങ്ങൾക്ക് അവരെ പിന്തുണയ്ക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ഗതികേട് കൊണ്ടാണ്. നിങ്ങൾ രാഷ്ട്രീയമായി ഇന്ത്യയിൽ അസ്തമിച്ചതിൻ്റെ ചൊരുക്ക് ഇങ്ങനെ അല്ല തീർക്കേണ്ടത് എന്ന് ഞാൻ കോൺഗ്രസിനോട് വളരെ വ്യക്തമായി പറയാൻ ഈ അവസരം ഉപയോഗിക്കുക.